ഓൾ ടീച്ചേഴ്സ് അക്കാഡമിയുടെ കേട്ടറ്റ് മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുരസ്കാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. 3 പുരസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം. ഈ 3 പുരസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് വള്ളത്തോൾ പുരസ്കാരമാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് വള്ളത്തോൾ പുരസ്കാരമാണ്. വള്ളത്തോൾ നാരായണ മേനോൻ്റെ സ്മരണയ്ക്കായിട്ട് രൂപീകരിച്ചിട്ടുള്ള പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. ഇത് മലയാള സാഹിത്യത്തിനും അതുപോലെ തന്നെ ഭാഷയ്ക്കും സമഗ്ര സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാർക്കുള്ള ഒരു ആദരവായിട്ട് നൽകുന്നതാണ്. വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് ഈ അവാർഡ് നൽകുന്നത്. 1,11,011 രൂപയാണ് സമ്മാനത്തുകയായിട്ട് ലഭിക്കുന്നത്. 1991 മുതലാണ് വള്ളത്തോൾ പുരസ്കാരം നൽകി വരുന്നത്. ആദ്യത്തെ ജേതാവ് എന്ന് പറയുന്നത് 1991 പാലാ നാരായണൻ നായരാണ്. 1992 ശൂരനാട് കുഞ്ഞമ്പിള്ള. 1993 2 പേരുണ്ട്, ബാലാമണി അമ്മയും വൈക്കം മുഹമ്മദ് ബഷീറും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ പുരസ്കാരം ലഭിക്കുന്നത് 2019 പോൾ സക്കറിയയ്ക്കാണ്. അതിനു മുന്നേ 2018 എം മുകുന്ദൻ, 2017 പ്രഭാവർമ്മ, 2016 ശ്രീകുമാരൻ തമ്പി, 2015 ആനന്ദ്, 2014 പി നാരായണക്കുറുപ്പ്, 2013 പെരുമ്പാടവം ശ്രീധരൻ, 2012 യൂസഫ് അലി കേച്ചേരി, 2011 സി രാധാകൃഷ്ണൻ, 2010 വിഷ്ണു നാരായണൻ നമ്പൂതിരി, 2009 കാവാലം, 2008 പുതുച്ചേരി രാമചന്ദ്രൻ, 2007 സുകുമാർ അഴീക്കോട്, 2006 ONV കുറുപ്പിനാണ്, 2005 MT വാസുദേവൻ നായർ, 2004 കെ അയ്യപ്പ പണിക്കർ, 2003 സുഗതകുമാരി, 2002 ഡോക്ടർ എം ലീലാവതി, 2001 ടി പത്മനാഭൻ, 2000 പി ഭാസ്കരൻ, 99 എസ് ഗുപ്തൻ നായർ, 98 കെ എം ജോർജ്, 97 അക്കിത്തം, 96 തകഴി, 95 MP അപ്പൻ, 94 പൊൻകുന്നം വർക്കി. ഇത്രയുമാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ONV പുരസ്കാരമാണ്. 2017 മുതലാണ് ONV പുരസ്കാരം കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ONV കൾച്ചർ അക്കാദമിയാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഇന്ത്യയിൽ ഉടനീളമുള്ള എഴുത്തുകാരുടെ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചുകൊണ്ട് നൽകുന്ന ഒരു പുരസ്കാരമാണിത്. 2020 വരെ മലയാളത്തിലെ കൃതികൾക്ക് മാത്രമായിരുന്നു ONV പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2021 മുതൽ ഈ ദേശീയ തലത്തിലുള്ള രചനകളെ പരിഗണിച്ചിട്ടാണ് അവാർഡ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആദ്യമായിട്ട് ലഭിക്കുന്നത് 2017 സുഗതകുമാരിക്കാണ്. പരിസ്ഥിതി പ്രവർത്തകയും കവിയും ഒക്കെ ആയിട്ടുള്ള സുഗതകുമാരിക്കാണ് ലഭിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് മുത്തുച്ചിപ്പി, പാവം മാനവഹൃദയം, കുറിഞ്ഞിപ്പൂക്കൾ, രാത്രിമഴ, പാതിരാപ്പൂക്കൾ തുടങ്ങിയവയാണ്. രണ്ടാമത്തെ അവാർഡ് കിട്ടുന്നത് 2018 MT വാസുദേവൻ നായർക്കാണ്. ആധുനിക മലയാള സാഹിത്യകാരന്മാരിലും ശ്രദ്ധേയനായിട്ടുള്ള നോവലിസ്റ്റും ചെറുകഥാകൃത്തും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള MT വാസുദേവൻ നായർക്കാണ് 2018 ONV പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന് കൃതികളാണ് നാലുകെട്ട്, കാലം, മഞ്ഞ്, രണ്ടാമൂഴം തുടങ്ങിയവ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ONV പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഒറിയ എഴുത്തുകാരിയായിട്ടുള്ള പ്രതിഭ റോയ് എന്ന് പറയുന്ന എഴുത്തുകാരിക്കാണ്. അവർ ഒരുപാട് കഥകളും നോവലുകളും യാത്രാ വിവരണങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അവർ ഒരു ജ്ഞാനപീഠ ജേതാവ് കൂടിയാണ്. ഒറിയയിൽ എഴുതിയിട്ടുള്ള ദ്രൗപദിയാണ് അവരുടെ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള മനുഷ്യവർഗത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ദ്രൗപദിയെ ഈ ഒരു നോവലിൽ അവർ ആവിഷ്കരിച്ചിട്ടുള്ളത്. 2023 ONV പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് സി രാധാകൃഷ്ണനാണ്. നോവലിസ്റ്റും കഥാകൃത്തും ചലച്ചിത്ര പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള സി രാധാകൃഷ്ണനാണ് 2023 ONV പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ ആകാശത്തിലൊരു വിടവ്, തീക്കടൽ കടഞ്ഞ് തിരുമധുരം, നിഴൽ പാടുകൾ തുടങ്ങിയവയാണ്. 2022 ONV പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ടി പത്മനാഭനാണ്. ചെറുകഥകൾ കൂടുതൽ എഴുതിയിട്ടുള്ള ടി പത്മനാഭൻ. 2021 തമിഴ് എഴുത്തുകാരനായിട്ടുള്ള വൈരമുത്തുവാണ്
ONV പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. അദ്ദേഹം എന്തോ വിമർശനങ്ങളും ആ സമയത്ത് അദ്ദേഹത്തിന് എന്തൊക്കെയോ വിമർശനങ്ങളൊക്കെ നേരിട്ടതുകൊണ്ട് 2021 ആ പുരസ്കാരം അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ 2020 M ലീലാവതി, 2019 അക്കിത്തം. ഇത്രയുമാണ് 2017 മുതൽ 24 വരെയാണ് ONV പുരസ്കാരം നൽകിയിട്ടുള്ളത്. 2025 ഇത് പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി അടുത്ത പുരസ്കാരം പത്മപ്രഭ പുരസ്കാരമാണ്. പത്മപ്രഭ ഫൗണ്ടേഷന്റെ കീഴിൽ നൽകുന്ന ഒരു പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം. ഇതും മലയാളത്തിലെ സാഹിത്യം അല്ലെങ്കിൽ ഭാഷയ്ക്ക് നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു പുരസ്കാരമാണ്. 75,000 രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. 1996 മുതലാണ് ഇത് നൽകി വരുന്നത്. പ്രഥമ പുരസ്കാരം ലഭിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പൂതൂരിനാണ്. 97 പൊൻകുന്നം വർക്കി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. 2024 റഫീഖ് അഹമ്മദ്. 2023 സുഭാഷ് ചന്ദ്രൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സമഗ്രമായ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരം. ഇനി അടുത്തത് ആശാൻ പുരസ്കാരമാണ്. കുമാരനാശാന്റെ സ്മരണയ്ക്കായിട്ട് രൂപീകരിച്ചിട്ടുള്ള പുരസ്കാരമാണ് ആശാൻ പുരസ്കാരം. 1985 മുതലാണ് കുമാരനാശാന്റെ സ്മരണയ്ക്കായിട്ട് രൂപീകരിച്ചിട്ടുള്ള ആശാൻ പുരസ്കാരം നൽകി വരുന്നത്. മലയാളത്തിലെ മികച്ച കവികളെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 1985 മുതലാണ് ഈ പുരസ്കാരം നൽകി വരുന്നത്. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത്. ആദ്യത്തെ അവാർഡ് ലഭിക്കുന്നത് സി മണിക്കാണ്. 1986 നാരായണൻ നമ്പൂതിരി കക്കാടിനാണ് ലഭിക്കുന്നത്, അതായത് NN കക്കാട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ അവാർഡ് ലഭിക്കുന്നത് VM ഗിരിജയ്ക്കാണ്, VM ഗിരിജയുടെ കവിതകൾക്കാണ്. 2023 അത് ലഭിച്ചിട്ടുള്ളത് കുരീപ്പുഴ ശ്രീകുമാറിനാണ്. ഇനി അടുത്ത പുരസ്കാരം എന്ന് പറയുന്നത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ്. മാതൃഭൂമി ആഴ്ച പതിപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പുരസ്കാരമാണിത്. എഴുത്തുകാർക്കുള്ള സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന ഒരു പുരസ്കാരം കൂടിയാണിത്. 2000 മുതലാണ് ഇത് നൽകി വരുന്നത്. 2 ലക്ഷം രൂപയാണ് നൽകുന്നത്. 2000 തിക്കോടിയൻ എന്ന് പറയുന്ന കുഞ്ഞനന്ദൻ നായർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2001 MV ദേവൻ. ഇദ്ദേഹം ഇതിലെ, അതായത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ അല്ലെങ്കിൽ മാതൃഭൂമിയിലെ മുഴുവൻ സമയ ചിത്രകാരൻ കൂടിയായിരുന്നു ഇദ്ദേഹം. 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്നത് സാറ ജോസഫിനാണ്. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങളാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാനപീഠ പുരസ്കാരം, മുട്ടത്ത് വർക്കി പുരസ്കാരമൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇനി അടുത്ത ക്ലാസ്സിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും.